ഇവിടെ നടത്തിക്കൊണ്ടിരുന്നതാണ് അവയർനെസ്സും ഡിറ്റക്ഷനും. പക്ഷേ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം കുറച്ച് ഒരു സ്ലോയിലായിപ്പോയി. ചില സമയങ്ങളിലുണ്ടായിരുന്നു, എല്ലാ മാസവും കറക്റ്റായിട്ട് നടത്താൻ പറ്റിയില്ല. അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് ഈ വർഷം നേരത്തെ തന്നെ തുടങ്ങുകയാണ്. എല്ലാ മാസവും അവരുടെ എന്ന് പറഞ്ഞാൽ ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. ഞങ്ങളുടെ ലക്ഷ്യം സേവനമാണ്, പ്രധാനമായിട്ട് സേവനങ്ങളാണ്. അതിൽ തന്നെ പല വിധത്തിലുള്ള പ്രോഗ്രാംസ് നമ്മളിപ്പോൾ 9 പ്രോഗ്രാംസാണ് എടുത്തിരിക്കുന്നത്. അതിലൊന്നാണ് ഡയബറ്റീസ് ഡിറ്റക്ഷൻ എന്നത്. പ്രബുദ്ധതയായിരിക്കാം, പ്രബുദ്ധത ചെയ്യുന്നു. ഈ ചടങ്ങിലേക്ക് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ BSSCയിലെ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ വളരെ പ്രഗത്ഭനായ ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹം പല പ്രോജക്റ്റുകളിലും ഇവിടെ തന്നെ പലപ്പോഴും കാണത്തില്ല. എപ്പോഴും ആന്ധ്രാപ്രദേശിലും മറ്റിടത്തൊക്കെ ഇങ്ങനെ ഓരോ പ്രോജക്റ്റ് വരുമ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ആ സേവന മനസ്ഥിതി വെച്ചുകൊണ്ട് നടക്കുന്ന ഈ പ്രബുദ്ധനായ സുരേഷ് കുമാർ, എഞ്ചിനീയർ സുരേഷ് കുമാറിനെ ഞാനിതിലേക്ക് ആദ്യമായി സ്വാഗതം. കാര്യമില്ല, അവരെ അറിഞ്ഞുകൂടാത്ത ആരും കൂടി ഇരിപ്പില്ല. അതുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഡോക്ടറെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ സരിൻകുമാർ എന്നിവരെയും നിങ്ങളെ എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. സാർ വർഷങ്ങളായി ലയൺസ് ക്ലബ്ബുമായി ചേർന്ന് കേരള ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നടത്തിക്കൊണ്ടുവരുന്ന ഈ ഡയബറ്റിക് ക്യാമ്പ് അവയർനെസ് ക്ലാസ് എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം കേട്ട് ജീവിതത്തിൽ മാറ്റേണ്ട ജീവിത ശൈലികളെല്ലാം മാറ്റി എല്ലാവരും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതായത് നമ്മൾ ഇന്ന് ലോകത്തെടുത്ത് നമ്മുടെ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഇന്ന് 108 വർഷം പഴക്കമുള്ള ലോകത്തെമ്പാടും 210 രാജ്യങ്ങളിലായി 14 ലക്ഷം മെമ്പേഴ്സ്, നെടുമങ്ങാട് ക്ലബ്ബ് പോലെ 50,000 ക്ലബ്ബുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സർവീസ് സംഘടനകളിൽ ഒന്നാണ് ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ. ഒരു വിഷൻ ഉണ്ട്, അതായത് ഡയബറ്റീസിന്റെ വ്യാപനം തടയുക, ഒപ്പം ഡയബറ്റീസ് വന്നുപോയ ആൾക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണലിലെ ഡയബറ്റീസിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് നമ്മുടെ ഈ നടക്കുന്ന അവയർനെസ് ക്ലാസ്സുകൾ, പിന്നെ നമ്മുടെ ഡയബറ്റീസ് ഡിറ്റക്ഷൻ ക്യാമ്പുകൾ. ഇതൊക്കെ ഇതിൻ്റെ ആദ്യത്തെ ഘട്ടമായ ഇത് 640 മില്യണിലേക്ക് ഈ ഒരു ഫിഗർ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നതിൽ 6ാം സ്ഥാനത്താണ് ഡയബറ്റീസ്. 3ാമത്തെ ബുധനാഴ്ച ഈ ഒരു ഡയബറ്റീസ് ഡിറ്റക്ഷൻ ക്യാമ്പ് ഇവിടെ നടക്കും. അത് എല്ലാവരും വളരെ മാക്സിമം പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ക്യാമ്പ് ഔദ്യോഗികമായി ഇനാഗുറേറ്റ് ചെയ്തു എന്ന് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ലയൺസ് ക്ലബിൻ്റെ പ്രസിഡന്റ് ടി വിജയകുമാറിനെ എല്ലാവരും അറിയിക്കുന്നു. ഇത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ലയൺസ് ക്ലബിൻ്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ TNJFY സുരേഷ് കുമാർ സാറിനെ നമ്മുടെ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ നമുക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും തന്ന ലയൺസ് ക്ലബിൻ്റെ നമ്മുടെ നെടുമങ്ങാടിൻ്റെ ഏറ്റവും പ്രമുഖനായ വേണാട് ഹോസ്പിറ്റലിൻ്റെ MD-യുമായ ഡോക്ടർ KPF നന്ദി അറിയിക്കുന്നു. അതുപോലെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന അവയർനെസ് ക്ലാസ് നയിക്കുന്ന ഡോക്ടർ രാജലക്ഷ്മി നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഡയബറ്റിക് പേഷ്യൻസ് പ്രമേഹത്തിനെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? എന്താണ് പ്രമേഹം? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഡിസോർഡറാണ്, ഒരു പാകപ്പിഴയാണ്. ഈ പാകപ്പിഴ എങ്ങനെയായിരിക്കാം? നമ്മളിത് സ്വയം ഉണ്ടാക്കുന്ന പാകപ്പിഴയാണ്. ഒരു ഏകദേശം 80% നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പാകപ്പിഴ. ബാക്കിയുള്ളത് ജന്മനാൽ വരുന്നത്. അപകടമായിട്ട് നമ്മുടെ ശരീരത്തിൽ
നടത്തിക്കൊണ്ടിരിക്കുന്നത്.